ഹലോ, എല്ലാവർക്കും നമസ്കാരം. അതെ, ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം നിങ്ങളായിട്ട്. ഞാനിപ്പോൾ ലൈസൻസ് കിട്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞു, കറക്റ്റ് ഒരു മാസം കഴിഞ്ഞു. ജോലി ഇങ്ങനെ അന്വേഷിക്കണതിൻ്റെ തിരക്കിലാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഇപ്പോഴത്തെ ഡെയിലി റുട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. കേട്ടോ, നമ്മള് ട്രക്ക് ന്യൂപാസ് ഒക്കെ എടുത്തിട്ടേ ജോലി അന്വേഷിച്ച് നടക്കാണ്. അത്ര എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടാ ന്യൂപാസേഴ്സിന് ഇത് കിട്ടാൻ. നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, ഫുൾ ചങ്ങാതി ഡിബിൻ എന്നാണ് പേര്. ചങ്ങാതി നമ്മുടെ ന്യൂപാസ് ആണ്. ഞങ്ങള് ഏകദേശം ഒരേ ടൈമിൽ എന്നേലും ഒരു മാസം മുന്നേ എടുത്ത പാസ്സായതാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ജോലി അന്വേഷിച്ചിട്ടുള്ള തിരക്കിലാണ്. ബാക്കി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പിന്നാലെ തരാം. അതെ, പിന്നെ വേറൊരു കാര്യമുള്ളത്, നിങ്ങൾ GCC കൺട്രിന്നോ അല്ലെങ്കിൽ ദുബായ് ലൈസൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതൽ ചാൻസ് ഉണ്ട് കേട്ടോ അവിടെ. അവർക്ക് നമ്മളിൽ കൂടുതൽ കൺവേർട്ട് ചെയ്ത് ലൈസൻസ് കൺവേർട്ട് ചെയ്ത് നമുക്ക് ചോദിച്ചു പോവാം കേട്ടോ ഇന്നത്തെ പരിപാടികൾ. ഇവിടെ ഒരു ഫേമസ് കമ്പനി ഉണ്ട്, അപ്പൊ അതൊന്ന് അവിടെ ഒന്ന് പോയി നോക്കാൻ നേരത്തെ ഞങ്ങൾ ഇറങ്ങിക്കാണ്. ഇങ്ങനെ വേണമല്ലോ ഒരു ട്രക്ക് എന്തൂസിയാസ്റ്റിന് വണ്ടി ഇരിക്കാനായിട്ട്. ഞാനിപ്പോ പറയുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ആസ് എ ന്യൂപാസ് ഡ്രൈവർ എന്നുള്ള രീതിയിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് കുറച്ച് പാടാണ്. ന്യൂപാസ് ഡ്രൈവറിന് നമുക്കിവിടെ ഒരു എൻട്രി കിട്ടാനായിട്ട്. അപ്പൊ ഞാനിവിടെ പലരുമായിട്ട് നമ്മുടെ ഇവിടെ ഫീൽഡിലുള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ചു. അവരൊക്കെ പറയുന്നത് കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യ്, കറക്റ്റ് ഇപ്പോൾ ഒരു ഓഫ് സീസൺ ആണ്, അത് കഴിയുമ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ കറക്റ്റ് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നിട്ട് ഈ ഫീൽഡിനെ കുറിച്ചും എല്ലാം ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഇപ്പോൾ പുതിയൊരു കരിയറാണ് ഞാൻ തുടങ്ങുന്നത്. എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ഫീൽഡാണ്. നമുക്ക് ഇതിനോടുള്ള ഒരു ആവേശവും അതിനോടുള്ള എന്താ പറയുക ഒരു ആഗ്രഹവും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് തിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇനി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നാണല്ലോ. അപ്പൊ എന്തായാലും കിട്ടും. കുറച്ച് നാള് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഞാനൊരു 10-70ഓളം ആപ്ലിക്കേഷൻസ് അയച്ചു കഴിഞ്ഞു. ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളിലോട്ട് ഞാൻ എത്തിക്കുന്നതാണ്. ഇപ്പൊ കുറച്ച് കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് കോൾ ബാക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കോൾ ബാക്ക് വരുന്ന മിക്ക കമ്പനികൾക്കും ഈ ഒരു ന്യൂപാസേഴ്സിനെ എടുക്കാത്തതിന്റെ ഒരു മെയിൻ പ്രോബ്ലം, നമുക്ക് ന്യൂപാസേഴ്സിന് ഇവിടെ ഈ കമ്പനികൾ തന്നെ ആയിരിക്കും നമ്മളെ ഇൻഷുറൻസ് ചെയ്യുക. അപ്പോൾ ഈ ഇൻഷുറൻസ് കോസ്റ്റ് ഒരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറും നമ്മളെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അത് കാരണമാണ് ന്യൂപാസേഴ്സിനെ മിക്ക കമ്പനികളും എടുക്കാൻ മടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ന്യൂപാസ് ഡ്രൈവർ എന്നുള്ള രീതിയിൽ മാക്സിമം ഇൻഫർമേഷൻസും കാര്യങ്ങളും ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത അപ്ഡേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.